ഹലോ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള അൽസയാണ് കേട്ടോ. അപ്പോൾ ഇത് പാർട്ടികളിലും ഒക്കെ തിളങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് സൈഡായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പാർട്ടികളിലൊക്കെ കുറേ വിഭവങ്ങളുടെ കൂടെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മലബാർ ഏരിയയിലൊക്കെ തേങ്ങയും അതുപോലെ തന്നെ ചെറിയുള്ളിയും എല്ലാം ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് കണ്ണൂർ സ്റ്റൈലിൽ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ആ രീതിയാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ്, സ്കിന്നില്ലാത്ത നമ്മൾ ഇടിച്ചെടുത്ത ഗോതമ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള മെസ്സയുടെ പായസ ഗോതമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഗോതമ്പാണ്. അതൊരു 3 മണിക്കൂർ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം 3 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ഗോതമ്പ് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഇത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാട്ടോ. എല്ലും നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ളൊരു ചിക്കൻ തന്നെ എടുക്കാം കേട്ടോ. ഞാനൊരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്, ഒരു 4-5 പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലില്ലാത്ത ചിക്കൻ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഇതാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതാ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കറുവപ്പട്ട, അതുപോലെ 4 ഗ്രാമ്പു, പിന്നെ ചെറിയൊരു പീസ് സവാളയുടെ പീസും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളം നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒരു 5 വിസിൽ വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് കുതിർത്തെടുത്തുകൊണ്ട് തന്നെ 5 വിസിൽ മതിയിട്ട്. ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ബാക്കി 4 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം എടുക്കുക കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒന്നും അളവ് കൂടി പോവേണ്ട കേട്ടോ, അപ്പോൾ ടേസ്റ്റ് മാറും. അതുപോലെ തന്നെ പട്ട ആയാലും ഗ്രാമ്പു ആയാലും ഒന്നും അളവ് കൂടി പോവേണ്ട. അപ്പോൾ ഇത് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനത് ഇതിലെ ചിക്കനൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനിലെ എല്ലൊക്കെ നമുക്കൊന്ന് കളയണം. എന്നിട്ട് അത് പിച്ചിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ വെന്തുകൊണ്ട് തന്നെ എല്ലൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രാമ്പൂ പട്ട അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ആ മിക്സിയിലേക്ക് നമ്മൾ ഈ ഒരു ഗോതമ്പ് ക്രഷ് ചെയ്യുന്ന സമയത്ത് പട്ട ഗ്രാമ്പു ഒന്നും അതിൽ പെടാൻ പാടില്ല കേട്ടോ. അങ്ങനെ പെട്ടാൽ അതിൻ്റെ ആ ഒരു അൽസയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെ ഒക്കെ ആ ഒരു കുത്തൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ അരക്കുന്ന സമയത്ത് അതൊന്ന് എടുത്തു വെച്ചാൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ചിക്കന് എല്ലില്ലാണ്ട് അത് പിച്ചിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ്റെ അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ ഒരു ഇതിൽ നിന്ന് 1/4 ഭാഗം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ലത്. അപ്പോൾ 1/4 ഭാഗം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും. ഒരു 1/4 ഭാഗം അതിൽ കടിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുള്ളൂ. എന്നിട്ട് ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഇപ്പം കുറച്ച് കടിക്കുന്ന ആ ഒരു രീതിയിലാണ് ഉള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/4 ഭാഗം നമ്മൾ അടിച്ചെടുക്കാത്തതുണ്ടല്ലോ, അതും ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തൊക്കെ അല്ലേ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ അത് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലിലും നമ്മളിത് ചെയ്യും. അപ്പോൾ തേങ്ങാപ്പാലാകുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലുണ്ടല്ലോ, അത് നല്ല കട്ടിയുള്ള പാൽ, അത് 2 കപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഞാനിപ്പോൾ എളുപ്പത്തിന് പശുവിൻ പാലെടുത്താലും മതി, അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി തിളച്ച് വന്നിട്ട് നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ സവാള അല്ല, ചെറിയൊരു സവാളയുടെ പീസ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതൊന്ന് നമുക്ക് ബിരിയാണിക്കൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കില്ല, ആ രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഏകദേശം റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എടുത്തിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മലബാർ സ്റ്റൈലിൽ ഇപ്പം നമ്മൾ മലപ്പുറത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെറിയുള്ളി റോസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ചിക്കൻ ചേർത്ത് കൊടുക്കില്ല. പിന്നെ തേങ്ങയൊക്കെയാണ് ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി തേങ്ങയൊക്കെയാണ് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റുമാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ ആ ഒരു ഗോതമ്പ് സെർവ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ നെയ്യ് മാത്രം ഞാനിപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല RKGയുടെ നെയ്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഈ ഒരു അൽസയ്ക്ക്. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിപ്പം എന്തെങ്കിലും പാർട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡായിട്ട് കുറച്ച് ചെറിയൊരു ബൗളിലൊക്കെ സെർവ് ചെയ്യുന്ന രീതിയിലും ആക്കാം. അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാനിപ്പം ചിക്കൻ്റെ കോംബോ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയുടെ കോംബോ ആണ് കണ്ണൂർക്കാരധികം
ചൂസ് ചെയ്യുന്നത്. അപ്പം ഈ മുകളിലായിട്ട് അണ്ടിപ്പരിപ്പും അതൊക്കെ റോസ്റ്റ് ചെയ്തതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് പഞ്ചസാര സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെയാണ് അധികവും കഴിക്കാറ്. പക്ഷേ എനിക്ക് ഒന്നുകൂടെ പേഴ്സണലി ഇഷ്ടം ചിക്കൻ വരട്ടൊക്കെ ഇതിൻ്റെ കൂടെ കുട്ടി കഴിക്കുമ്പോഴാണ്. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.